പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജ്. പഴകി പൊളിഞ്ഞവയൊക്കെ നീക്കി പണിതുയർത്തിയ സൗകര്യങ്ങൾ സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാക്കി വേളിയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. ഇതിനായി അധികൃതർ ഇടപെടണമെന്ന് സഞ്ചാരികൾ ആവശ്യപ്പെടുന്നു. അവധിക്കാലം അടിച്ചുപൊളിക്കാൻ കുട്ടികൾ വീട്ടുകാരുമൊത്ത വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയമാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു വരാം. അവധി ദിനങ്ങളുടെ ഒരു ദിവസമെങ്കിലും അടിപൊളിയാക്കാൻ ഏറെ പ്രതീക്ഷയോടെ എത്തുന്നവരെ വേളി ടൂറിസ്റ്റ് വില്ലേജ് നിരാശപ്പെടുത്തിയേക്കാം. വൃത്തിയില്ലായ്മയാണ് പ്രധാന പ്രശ്നം. കായലും കടലും നിറയെ മാലിന്യം. അവിടെ ഞാൻ ലൈഫ് ഗാർഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് കണ്ട് പിന്നെ കെമിക്കലും കണ്ട് തുറന്നു വിടുന്നതാണെന്നാണ്. മൊത്തം കലങ്ങി അടിച്ച് വേറെ കളറായി ഇതൊക്കെ കൊച്ചുങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമെന്നൊക്കെ ആരറിഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. പോവാം. തെരുവു നായ്ക്കളും സഞ്ചാരികളിൽ ഭയം നിറയ്ക്കുന്നു. നമ്മളിപ്പോൾ പേടിച്ചാണ് വന്നത്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ 4 മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പേടിച്ച് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയിട്ടാണ് വരുന്നത്. അതിനും എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആരാണെന്ന് വെച്ചാൽ അവർ അതിൽ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും സ്വാതന്ത്ര്യമായിട്ട് നല്ല ഒരു ഫീലിങ്സിൽ വരാനൊക്കെ ഒരു ഇതുണ്ടാകും. കളിയിടങ്ങളിൽ കുട്ടികളും തൃപ്തരല്ല. വൈകിട്ട് ജെറ്റ് സ്കൈ ഡ്രൈവർ വൈകിട്ട് വരെ വേണം. പിന്നെ ഇച്ചിരി നേരം വെച്ചിട്ട് കാര്യമില്ല. പിന്നെ വരുന്നവരെന്താവും. പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡ് ഊഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ള കുറച്ചുകൂടെ വെക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ വലിയ കറങ്ങുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കണമെന്ന്. കുറച്ച് സമയമുള്ളൂ ഇവിടെ. പിന്നെ ബോട്ട് കുറച്ചുകൂടെ വേണമെന്നുണ്ട്. സന്തോഷിച്ച് വന്നാൽ പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. വേളിയിലെ പ്രധാന ആകർഷണം ബോട്ടിംഗ് ആണ്. എന്നാൽ ബോട്ടുകൾ പലതും കട്ടപ്പുറത്ത്. 6 ബോട്ട് ഡ്രൈവർമാർ വേണ്ടിയിടത്ത 2 പേർ മാത്രം. പഴഞ്ചൻ ലൈഫ് ജാക്കറ്റുകളും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. കൊട്ടിഘോഷിച്ചാരംഭിച്ച ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ആള് കയറുന്നില്ല. പുറത്തെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററും പൂട്ടിയിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളടക്കം മെച്ചപ്പെടുത്തിയും ശൗചാലയങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിച്ചും കൂടുതൽ റൈഡുകളൊക്കെ സ്ഥാപിച്ചും വേളി ടൂറിസ്റ്റ് വില്ലേജിനെ കാലോചിതമായി മെച്ചപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ബോട്ടിംഗ് ഒന്നുമില്ല. ആകെ 2 ബോട്ട്, 2 1 എന്താണ് ഇപ്പോൾ ഉണ്ട്. നാട്ടുകാരെ വരാതെ സഹിക്കാൻ വയ്യാതെ ഒരെണ്ണം എന്താ ശരിയാക്കിയിട്ടേക്കണേ. പിന്നെ ഇത് കണക്കാക്കി തന്നെ ഇവിടെ ആളുകൾ പറഞ്ഞു. ഇപ്പോൾ ആളില്ല. ഈ വെക്കേഷൻ എന്ന് പറയാൻ നിങ്ങളിവിടെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തിൽ ഇവിടെ ആളുകൾ വരി വെച്ചാണ് കിടക്കുന്നത്. പോവാൻ ഇടം കിട്ടില്ല. ആ കണക്കിനാണ് ആളുകൾ ഇവിടുത്തെ ജീവനക്കാർ വഴി തിരിച്ചാണ് ആളുകളെ വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 100 ആളുകൾ നേരം വെളുത്ത് വന്നെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ആളില്ല. അവധിക്കാലം എത്തും മുമ്പ് തന്നെ ഇവയൊക്കെ ഒരുക്കുന്നതിൽ അധികൃതർക്കുണ്ടായ വീഴ്ചയാണ് വേളിയെ സഞ്ചാരികളിൽ നിന്നും അകറ്റുന്നത്. മലിനമാണ് വേളി. പരാധീനതകൾ ഏറെയുണ്ട്. ഇവയൊക്കെ ഈ വേനലവധി കഴിയും മുമ്പ് പരിഹരിച്ചാൽ അത് കുട്ടികൾക്ക് ഏറെ സന്തോഷമാകും. ഒപ്പം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ ഗുണപ്രദവും. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24.